അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഉതിയ ഹല്ലുഹു മിനർ റിഫ്ഖി ഫഖദ് ഉതിയ ഹല്ലുഹു മിനൽ ഖൈരി വമൻ ഹുരിമ ഹല്ലുഹു മിനർ റിഫ്ഖി ഫഖദ് ഹുരിമ ഹല്ലുഹു മിനൽ ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾക്ക് ദയയും മയവും അതുപോലെ തന്നെ താഴ്മയുടെ സ്വഭാവം നൽകപ്പെട്ടാൽ അയാൾക്ക് നന്മയുടെ ഓഹരി നൽകപ്പെട്ടു. എന്നാൽ ഒരാൾക്ക് നയമോ മയമോ ദയയോ താഴ്മയോ ഇല്ലെങ്കിൽ അയാൾക്ക് നന്മയുടെ ഓഹരി ഹറാമാക്കപ്പെട്ടു, തടയപ്പെട്ടു എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദയയുമായി മയമുള്ള സ്വഭാവവുമായി ആളുകളോട് വളരെ സോഫ്റ്റായി പെരുമാറുന്നതുമായി വിട്ടുവീഴ്ചയോടെ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട ഈ ഹദീസ് ഇമാം തിർമുദി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തതും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയതുമാണ്. ഒരാളിൽ നന്മയുണ്ടാകണമെങ്കിൽ അയാൾ സോഫ്റ്റായ സ്വഭാവത്തിന്റെ ഉടമയാകണം, നല്ല മയമുള്ളവനാകണം. അങ്ങോട്ട് ജനങ്ങളോട് അവരിങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാതെ പെരുമാറാൻ കഴിയണം. ഇങ്ങോട്ട് കാഠിന്യത്തോടെ ക്രൂരതയോടെ ഒരു നയവും മയവും ദയയുമില്ലാതെ ആളുകൾ പെരുമാറിയാലും ഞാൻ എപ്പോഴും ഞാനാകണം. അവരുടെ ഖബറിലേക്ക് അവരെ പോകൂ, എൻ്റെ ഖബറിലേക്ക് ഞാനാണ് പോകേണ്ടത് എന്ന ബോധത്തോടു കൂടി അവിവേകത്തോടെ പെരുമാറുന്നവരോട് തിരിച്ച് അവിവേകത്തോടെ പെരുമാറാതെ വളരെ നയത്തോടെ വളരെ മയത്തോടെ വളരെ സോഫ്റ്റായി പെരുമാറാൻ സാധ്യമാകണം. താഴ്ന്നിടത്തെ വെള്ളമുണ്ടാകൂ എന്ന് പറഞ്ഞതുപോലെ വിനയമുള്ള സ്വഭാവമുള്ളിടത്തെ എല്ലാ നന്മയും ഉണ്ടാവുകയുള്ളൂ. വിനയവും വിട്ടുവീഴ്ചയും ദയയും നയവും മയവുമെല്ലാം സ്വഭാവത്തിലുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഖൈർ നൽകി, നന്മ നൽകി എന്നാണ് അർത്ഥം. പടച്ചവൻ നന്മ നൽകിയവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവത്തിൽ ഇത്തരം താഴ്മയും വിനയവും നയവും വിട്ടുവീഴ്ചയുമെല്ലാം ആവശ്യമാണ്. അതില്ലാതെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, താഴ്ന്നു കൊടുത്താൽ വിട്ടുവീഴ്ച ചെയ്താൽ ഞാനെന്തോ കുറഞ്ഞവനായി പോകും, മോശക്കാരനായി പോകും, പ്രതികരിക്കാൻ കഴിവില്ലാത്തവനായി പോകും, ദുർബലനായ ആളുകൾ മനസ്സിലാക്കും എന്നെല്ലാം പിശാച് തോന്നിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യാതെ നയവും മയവും ഇല്ലാതെ ആളുകളോട് പ്രതികരിക്കുകയും പെരുമാറുകയും ചെയ്താൽ അത്തരം പെരുമാറുന്ന വ്യക്തിക്ക് ഖൈറ് അഥവാ നന്മ നഷ്ടപ്പെട്ടിരിക്കുന്നു, നന്മ തടയപ്പെട്ടിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ എങ്ങനെ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ്. ഭൂമിയിൽ ഏതൊരു മനുഷ്യനും ഒരാളെയേ മാറ്റാൻ കഴിയൂ, അത് അവനവനെയാണ്. സ്വന്തത്തിൽ റിഫ്ഖുണ്ടാക്കാൻ, സ്വന്തത്തിൽ ദയയുണ്ടാക്കാൻ, നയമുള്ളവനാകാൻ, മയമുള്ളവനാകാൻ, വിട്ടുവീഴ്ചയുള്ളവനാകാൻ, വിനയമുള്ളവനാകാൻ, താഴ്മ കാണിക്കുന്നവനാകാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാളെ തടയാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. കാരണം അയാളെ മാറ്റിയെടുക്കാൻ സാധ്യമാകും എന്നതാണ്. അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം. അതിന് തടയിടുന്നത് പിശാചാണെങ്കിൽ നീ ഇപ്പോൾ പ്രതികരിക്കണം, നീ വിട്ടുവീഴ്ച ചെയ്യരുത്, നീ ശക്തമായി തിരിച്ചു പറയണം, തിരിച്ചു ചെയ്യണം എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് പിശാചാണെങ്കിൽ ആ പിശാച് നമ്മുടെ എല്ലാ നന്മയെയും തടയാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണ്, നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ ശപഥം ചെയ്തവനാണ്. അതിനാൽ അള്ളാഹു നന്മ നൽകണമെങ്കിൽ റിഫ്ഖ്, ദയയും വിനയവും വിട്ടുവീഴ്ചയും മയവും നയവുമൊക്കെ വേണമെന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ അത് ശീലമാക്കാൻ നമുക്ക് സാധ്യമാകണം. മറിച്ചാണോ നമ്മുടെ സ്വഭാവമെന്ന് ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കണം, എവിടെയൊക്കെയാണ് എനിക്ക് റിഫ്ഖില്ലാത്തത്, എൻ്റെ ഖൈർ തടയപ്പെടാൻ അത് കാരണമാകും. അപ്പോൾ അവരത് പറഞ്ഞു തരും. ആ പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തി നല്ല ഒരു വിശ്വാസിയായി, വളരെ മയത്തോടുകൂടി ആളുകളോട് ഇടപെടുന്ന വിശ്വാസിയായി, വിനയമുള്ള വിശ്വാസിയായി, വിട്ടുവീഴ്ചയുള്ള വിശ്വാസിയായി, അതുവഴി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹും ഇഷ്ടപ്പെടുന്ന വിശ്വാസിയായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.